ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ത്? ദളപതി വിജയ് അവർ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും എന്തുകൊണ്ട് CM ആകുന്നില്ല? എന്തുകൊണ്ട് CM ആവാനുള്ള തടസ്സം എന്താണ്? ഇങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ടുകളെല്ലാം മാറിക്കിട്ടും. എനിക്കും എല്ലാവർക്കും ഉള്ള ഡൗട്ട് പോലെ തന്നെ എനിക്കും കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നു. എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം. നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇത്രയും പാർട്ടികളാണ് തമിഴ്നാട് ഇലക്ഷനിൽ മത്സരിച്ച പാർട്ടികൾ. ഒന്ന് TVK, DMK, AIDMK, PMK, INSC, CPI, BJP, CPI, DMK, VCK, AMMK. ഇത്രയും പാർട്ടികളാണ് തമിഴ്നാട്ടിൽ മത്സരിച്ചത്. അപ്പോൾ ഇതിൽ ഭൂരിപക്ഷം കിട്ടിയത് വിജയ്ക്കാണെങ്കിലും എന്തുകൊണ്ട് വിജയ്ക്ക് തമിഴ്നാട്ടിൽ CM ആവാൻ ഒരു തടസ്സം നിൽക്കുന്നു? നമുക്ക് നോക്കാം. ഓരോ പാർട്ടിയും കിട്ടിയ സീറ്റുകൾ ഞാനിവിടെ എഴുതാം. TVKക്ക് കിട്ടിയത് 108 സീറ്റുകളാണ്, 108 സീറ്റുകൾ. DMKക്ക് കിട്ടിയത് 60 സീറ്റ്. AIADMKക്ക് കിട്ടിയത് 45 സീറ്റ്. PMKക്ക് കിട്ടിയത് 5 സീറ്റ്. കോൺഗ്രസിന് കിട്ടിയത് 5 സീറ്റ്. CPIക്ക് കിട്ടിയത് 2 സീറ്റ്. BJPക്ക് കിട്ടിയത് 2 സീറ്റ്. പിന്നെ CPIക്ക് കിട്ടിയത് 2 സീറ്റ്. DMDK 1 സീറ്റ്. VCK 1 സീറ്റ്. AMMK 1 സീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് തമിഴ്നാട് ഇലക്ഷനിൽ 2026 തമിഴ്നാട് ഇലക്ഷനിൽ മത്സരിച്ച പാർട്ടികളും അവർക്ക് കിട്ടിയ സീറ്റുകളും. ഇതിൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് വിജയ്ക്കാണ്, 108 സീറ്റ്. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നില്ല? അതായത് 108 ഉള്ള വിജയ്, ഇവിടെ DMKൻ്റെ കൂട്ടുകക്ഷികളാണ് ഈ കാണുന്ന എല്ലാ പാർട്ടികളും. അപ്പോൾ ടോട്ടലായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് DMKക്ക് കിട്ടിയിരിക്കുന്നത് വന്നിട്ട് 73 സീറ്റുകളാണ്. ഈ ഘടകകക്ഷികളുടെ എല്ലാ സീറ്റും കൂടെ ചേർന്നിട്ട് DMKക്ക് കിട്ടിയിരിക്കുന്നത് 73 സീറ്റ്. അപ്പോൾ 73 സീറ്റാണ് കൂട്ടുകക്ഷികളും തമിഴ്നാട്ടിലെ എല്ലാ പാർട്ടികളും കൂട്ടായി ചേർന്നിട്ടുള്ള സ്റ്റാലിൻ്റെ പാർട്ടിക്ക് കിട്ടിയത് 73 സീറ്റ്. തമിഴ്നാട്ടിലെ റെട്ടലൈ ചിഹ്നം ജയലളിത കക്ഷിയായ എടപ്പാടി പളനിസ്വാമി അവർക്ക് കിട്ടിയ കൂട്ടണിയൊക്കെ ചേർത്തിട്ട് കിട്ടിയ സീറ്റ് 53. അപ്പോൾ ഇതാണ് നമ്മുടെ ആ മത്സരിച്ച പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകൾ. ഇതിലെന്തുകൊണ്ടാണ് വിജയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടും CM ആവാൻ പറ്റാത്തതെന്ന് വെച്ചാൽ 234 തൊകുതി. അപ്പോൾ ടോട്ടലായിട്ട് 234 തൊകുതി തമിഴ്നാട്ടിലുള്ള ടോട്ടൽ 234 തൊകുതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 118 സീറ്റാണ് ഓൾറെഡി വരിക. 118 സീറ്റ് വരും. അതാണ് കേവല ഭൂരിപക്ഷം വേണം മുഖ്യമന്ത്രി ആവാൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ 118 സീറ്റ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റും. വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത് 108 സീറ്റാണ്. 108 സീറ്റ് എന്ന് പറയുമ്പോൾ 10 സീറ്റിൻ്റെ കുറവ് വിജയ്ക്കുണ്ട്. അപ്പോൾ വിജയ് ഇപ്പോൾ ഈ 108 സീറ്റ് വെച്ചിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ബാക്കിയുള്ള എല്ലാ പാർട്ടികളും കൂടെ ചേർന്നാൽ ഭൂരിപക്ഷം 118-നെക്കാളും കൂടും, 125 മുകളിലേക്ക് പോകും. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷം 118 എന്ന സംഖ്യ വിജയ് നേടുകയാണെങ്കിൽ, 118 എന്ന സംഖ്യ നേടിയാൽ ഈ എല്ലാ പാർട്ടികളും കൂടെ ചേർന്നാലും 118 ആവത്തില്ല. അതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷം 118 വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കോൺഗ്രസ് ആണ് വിജയിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. അപ്പോൾ 5 സീറ്റും കൂടെ വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 113 സീറ്റ് വിജയ്ക്ക് ഇപ്പോൾ ഓൾറെഡി നിലവിൽ 113 സീറ്റ് വിജയ്ക്കുണ്ട്. കോൺഗ്രസ് വന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? DMKൻ്റെ കൂടെയുള്ള കൂട്ടുകക്ഷി, അതായത് 73 സീറ്റിൽ നിന്ന് കോൺഗ്രസ് TVKൻ്റെ കൂടെ വരുന്ന സമയത്ത് അവിടെ 68 സീറ്റായി ചുരുങ്ങുന്നു കോൺഗ്രസ്. അപ്പോൾ ബാക്കിയുള്ള 1-2 പാർട്ടികളും കൂടെ വിജയിയുടെ കൂടെ ചേരുകയാണെങ്കിൽ, ഇവിടെ CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഓൾറെഡി വന്നു കഴിഞ്ഞു,
അപ്പോൾ DMDK ഉണ്ട്, PCK ഉണ്ട്. ഇങ്ങനെയുള്ള പാർട്ടികൾ വിജയുടെ കൂടെ ചേരുകയാണെങ്കിൽ വിജയ്ക്ക് അനായാസം ഒരു മന്ത്രിസഭ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനും ഗവൺമെൻറ് രൂപീകരിക്കാനും അനായാസം സാധിക്കും. പക്ഷേ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഈ ചെറുകിട പാർട്ടികൾ, ഈ ചെറുകിട 1-2 സീറ്റ് കിട്ടിയ പാർട്ടികൾ വിജയുടെ കൂടെ വരാൻ സന്നദ്ധരാവണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വിജയ് ആരുമായിട്ട് കൂട്ടുകക്ഷി ചെയ്യുന്നില്ല എന്ന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അത് സാധ്യമല്ല. വിജയ് എന്തായാലും ഈ പാർട്ടികളുമായി കൂട്ടുചേർന്നാൽ മാത്രമേ വിജയ്ക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നടക്കുന്ന ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ DMKയും AIADMKയും തമ്മിൽ ചേർന്നാൽ ഇവർക്ക് 73-ഉം 53-ഉം 126. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയും AIADMKയും അപ്പോൾ 73 സീറ്റും 53 സീറ്റും കൂടെ ചേരുമ്പോൾ 126 സീറ്റ് അവർക്ക് ടോട്ടലി കിട്ടും. വിജയ്ക്കുള്ളത് എത്രയാണ്? 108 സീറ്റ്. അപ്പോൾ 126 സീറ്റുള്ളവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? 108 സീറ്റുള്ള ആൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാർട്ടികളാണ് മുൻപ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ വിജയ് കയറി വന്ന് 108 സീറ്റ് നേടുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരു പാർട്ടിയായി വിജയ് മാറുന്നു. ബാക്കിയുള്ള രണ്ട് പേരും 73-ഉം 53-ഉം എന്ന സീറ്റിലേക്ക് ഒതുങ്ങുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടെ ജോയിൻ്റ് ആയാൽ ഈ 73 എന്നുള്ളത് ഈ കൂട്ടുകക്ഷിയായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഖ്യയാണ് ഈ 2 പാർട്ടിയിലും. അപ്പോൾ 73-ഉം 53-ഉം എന്നുള്ള സംഖ്യ ഒരുമിച്ചാൽ 126 സീറ്റായി. വിജയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 108 സീറ്റാണ്. അപ്പോൾ 126 ആണോ വലുത്, 108 ആണോ വലുത്? അപ്പോൾ 126 എന്ന സംഖ്യ ഉള്ളവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഗവർണർക്ക് അനുവാദമുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രട്ടല ജയലളിത പാർട്ടിയും കരുണാനിധിയുടെ പാർട്ടിയും ജന്മന ചേരാത്ത പാർട്ടികളാണ്. ഇപ്പോൾ വിജയ് ഇവിടെ ഇതിൽ കയറി വന്നതുകൊണ്ട് ഇവർ 2 പേരും തമ്മിലുള്ള ആ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലേക്ക് പോകുന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ടും എടപ്പാടി പളനിസ്വാമി തുണൈ മുതൽമുതലായും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ഇതിൽ നിന്ന് വന്നതുകൊണ്ട് 121 സീറ്റ്, അതായത് 5 സീറ്റ് കോൺഗ്രസ് TVKൻ്റെ കൂടെ വന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വിജയിൻ്റെ പാർട്ടിയായി കണക്ഷൻ ആയതുകൊണ്ട് ഇവർക്ക് ഒരു 5 സീറ്റിൻ്റെ കുറവ് ആർക്ക് DMKൻ്റെ കൂടെയാണ്, സ്റ്റാലിൻ്റെ കക്ഷിൻ്റെ കൂടെയാണ് നമ്മുടെ കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ അവർ അതിൽ നിന്ന് വിജയിക്ക് വന്നതുകൊണ്ട് 73 എന്നുള്ള സീറ്റ് കുറയും. അങ്ങനെയാണെങ്കിൽ പോലും ഇവർക്ക് ഇത്രയും പാർട്ടികൾ ചേർന്ന് വെച്ചാൽ 126 സീറ്റ് എന്ന സംഖ്യയിൽ നിന്നും 5 സീറ്റ് കുറയും. അങ്ങനെയാണെങ്കിലും 121 സീറ്റ് ആർക്ക് കിട്ടും? 121 സീറ്റുള്ള ഈ 2 പാർട്ടികൾക്കും കൂടെ കിട്ടും 121 സീറ്റ്. അപ്പോഴും വിജയ്ക്ക് കിട്ടുന്നത് 121 സീറ്റും വിജയ്ക്കുള്ളത് 108 സീറ്റും അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ 5-ഉം 113 സീറ്റ് അപ്പോഴും വിജയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വിജയ് 113 സീറ്റും ഇവർക്ക് 121 സീറ്റും ഈ എല്ലാവരും കൂടെ ചേർന്നാൽ 121 സീറ്റും കിട്ടും. അപ്പോഴും ഭൂരിപക്ഷം അവർക്കാണ്. മറ്റു DMK സ്റ്റാലിൻ്റെ കക്ഷിക്കാണ് ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള അധികാരം ലഭിക്കുക. അപ്പോൾ വിജയ് ചെയ്യേണ്ട ഈ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുകിട പാർട്ടികളോ അല്ലെങ്കിൽ ഈ AIADMK എന്നോ അല്ലെങ്കിൽ DMK എന്നോ ഉള്ള അവരെ നമ്മുടെ പാർട്ടിയിലേക്ക് വിജയുടെ പാർട്ടിയിലേക്ക് അവർക്ക് വേണ്ടിയ സഹായങ്ങളും ചെയ്ത് മന്ത്രിസ്ഥാനമോ എന്തെങ്കിലും അവർ ചോദിക്കുന്ന ആ ഒരു കാര്യം ചെയ്ത് CM സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം. അതിനാണ് അവർ വോട്ട് ചെയ്ത് ഇത്രയും ഒരു വലിയ വിജയം വിജയ്ക്ക് സമ്മാനിച്ചത്. അപ്പോൾ മറ്റുള്ള പാർട്ടികളുമായിട്ട് കൂട്ട് വെക്കില്ല എന്നൊക്കെ വിജയ് പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിജയ് വരണം. വിജയ് CM ആകണമെങ്കിൽ ഈ മറ്റുള്ള പാർട്ടികളുമായിട്ട് വിജയ്ക്ക് വന്നിട്ട് കൂട്ടുകക്ഷി വെക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇപ്പോൾ ഈ ഒരു കൂട്ട് വെക്കില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ മറന്നുകൊണ്ട് വിജയ് ഒരു അധികാരത്തിലേക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിജയ് കൂട്ടുവെക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരു അപേക്ഷ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പുതുപുത്തൻ വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.